ധനസുമോ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകാം. പ്രത്യേകിച്ച് കർഷക പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുണ്ട്. അത് ശക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ ഹരിയാന ഹിസാറിൽ ഖാപ് മഹാപഞ്ചായത്ത് ചേരും. വലിയ പ്രതിഷേധത്തിലേക്ക് കർഷക സംഘടനകൾ കടക്കുന്നു. മറ്റൊന്ന് JNU മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് എന്നിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. 7 ദിവസത്തെ ജാമ്യത്തിനാണ് പുറത്തിറങ്ങുന്നത് തുടങ്ങിയ വാർത്തകളുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. കർഷക സമരം ഒരു ഉത്തരവില്ലാതെ തന്നെ നീണ്ടുപോവുകയാണ്. രണ്ടാം ഡൽഹി ചലോ പ്രഖ്യാപിച്ചതിന് ശേഷം കർഷക സംഘടനകൾക്ക് പഞ്ചാബ് അതിർത്തിയിൽ നിന്നും ഹരിയാനയിലേക്ക് പോലും വരാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഒരു ഭാഗത്ത് ആ തരത്തിലുള്ള സമരം രൂക്ഷമാകുമ്പോൾ തന്നെ നിരാഹാര സമരം ഉൾപ്പെടെയുള്ളവ കർഷക സംഘടനകൾ വളരെ ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഒരു ഡൽഹിയിലേക്ക് ഇപ്പോൾ കടത്തിവിടാനാവില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി അനുകൂലമായിട്ടുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഹരിയാന സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാരും ആ തരത്തിലുള്ള നിലപാട് തന്നെയാണ്. ഇവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൊണ്ട് ആ തരത്തിലുള്ള നിലപാട് തന്നെയാണ് അവരും എടുത്തിരിക്കുന്നത്. ഇത് മറ്റൊരു വാർത്ത പ്രധാനമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് JNUയിലെ മുൻ വിദ്യാർത്ഥി കൂടിയായ ഉമർ ഖാലിദ് 7 ദിവസത്തേക്ക് വേണ്ടി ഇന്ന് ജയിൽ മോചിതനാകുകയാണ്. സുപ്രീം കോടതിയുടെ പ്രത്യേക ഉത്തരവ് അനുസരിച്ചിട്ടാണ് അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. കർശനമായ വ്യവസ്ഥകളാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല. അദ്ദേഹം തങ്ങുന്നത് സ്വന്തം വീട്ടിലായിരിക്കണം. വിവാഹം നടക്കുന്ന സമയത്ത് മാത്രം വിവാഹ വേദിയിലേക്ക് പോകാവൂ എന്നുള്ള കർശനമായ വ്യവസ്ഥയോടുകൂടി തന്നെയാണ് 7 ദിവസത്തേക്ക് അദ്ദേഹത്തിന് ജയിൽ മോചനം ഇന്ന് സാധ്യമാകുന്നത്. ജനുവരി 3-ാം തീയതി സ്വമേധയാ തന്നെ അദ്ദേഹം തിഹാർ ജയിലിൽ ഹാജരാകണം എന്നുകൂടി ഈ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.